ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ പുഡിങ്ങാണ് കേട്ടോ ഇത്. അതുമാത്രമല്ല ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ തന്നെ ഫ്ലോപ്പ് ആവാതെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ് കേട്ടോ. ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് യൂട്യൂബിലൊക്കെ അടിക്കുമ്പോൾ കുക്കിംഗ് വീഡിയോസ് ഒന്നും വല്ലാണ്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിൽ തോന്നിയ ആ ഒരു രീതിയിലാട്ടോ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. നല്ല ടേസ്റ്റ് വേണ്ടത് ഇത് കഴിക്കാനായിട്ട്. കുറഞ്ഞ ക്വാണ്ടിറ്റിയിലായിട്ട് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്, നോമ്പൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചൈന ഗ്രാസ് ഒരു 5 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് പാലാണ് കേട്ടോ എടുക്കുന്നത്. അതിലേക്ക് 5 ഗ്രാം മതി. ഇപ്പോൾ 2 കപ്പ് 1/2 ലിറ്റർ പാലൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അതിലേക്ക് 5 ഗ്രാം ചൈന ഗ്രാസിലേക്ക് 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് അതൊന്ന് ചെറിയ തീയിലിട്ടിട്ട് അതൊന്ന് മെൽറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതേ സമയം തന്നെ 1 കപ്പ് പാലൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പാൽ തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പഞ്ചസാര 2-3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. തണുക്കുമ്പോൾ ഒന്നും കൂടെ മധുരം ആവശ്യമായിട്ട് വരും. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ആ ഒരു എന്താ പറയുക മെൽട്ടാക്കി എടുത്തിട്ടുള്ള ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. രണ്ടും കൂടെ ഇട്ടിട്ട് തിളപ്പിച്ചെടുത്താൽ പാല് പിരിഞ്ഞു പോകും. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി എല്ലാം തീ ഓഫ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് വാനില എസൻസും 2 ബ്രെഡ് അരികോശം കളഞ്ഞിട്ടൊന്നുമില്ല, അതൊന്ന് പൊടിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-ൽ കൂടുതലൊന്നും വേണ്ട കേട്ടോ. നമ്മൾ വലിയ ബ്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 ബ്രെഡ് തന്നെ മതി കേട്ടോ. ഇതിലേക്ക് അതും കൂടെ പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഏതിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതുണ്ടാക്കിയാൽ തുടക്കക്കാർക്കും ഫ്ലോപ്പ് ആവില്ല എന്ന് പറയാൻ കാരണം ബ്രെഡൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് വരും കേട്ടോ. പിന്നെ അന്ന് ഡെക്കറേഷന് കാര്യമായിട്ട് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിൽ. അപ്പോൾ ഞാൻ ചെയ്തതിൽ നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെറിയതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലിട്ടിട്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ ഒരു തേങ്ങ റോസ്റ്റ് ചെയ്തതും കൂടെ ആ ഒരു പുഡിങ്ങിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടി വരുമ്പോൾ അതും കൂട്ടി കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഈ ഒരു ബ്രെഡ് പുഡിങ്ങിന്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ ചെറിയ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം ഒരേ രീതിയിലാവാൻ വേണ്ടിയിട്ടാട്ടോ മിക്സിയുടെ ചെറിയ ജാലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്, ഒരേ രീതിയിൽ വറവായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് തേങ്ങ നന്നായിട്ട് തന്നെ വറവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടറിയതിന് ശേഷം നല്ല തണുത്തിട്ടുള്ള പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷനായിട്ട് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. പുഡിങ് ആകുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത് കഴിക്കണം അല്ലേ. ഒരു മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും തണുപ്പിച്ചതിന് ശേഷം വേണം നമുക്കിത് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് പുഡിങ്ങാണ്. ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇതിന് സിമ്പിളായിട്ടുള്ള പുഡിങ്ങാണ് നിങ്ങൾ തിരയുന്നതെന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ടും സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്